everyone, welcome to Kids Area Online. Class 5 ഓണം എക്സാം കഴിഞ്ഞു അല്ലേ? കേരള പാഠാവലി ഓണം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാലോ. 2025-2026 വർഷത്തെ കേരള പാഠാവലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്നാമത്തെ പ്രവർത്തനമായി ചോദിച്ചത് വായിക്കാം എഴുതാം എന്നുള്ളതാണ്. കേരളത്തിലെ പക്ഷികളെ കുറിച്ചുള്ളതായിരുന്നു. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല, എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമാണ്. പുലരുന്നതിന് മുമ്പേ അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്നു കേൾക്കാം. വെളുപ്പാൻ കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിന് വകയുള്ള സംഗീതമാണത്. പൂവൻ കോഴിയുടെ കൂവൽ മുന്നിട്ടു നിൽക്കും. ഉറക്കം ഉണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ്. അതിനോടത്ത് അനേകം കാക്കകളുടെ ക്രാ ക്രാ എന്ന വിളിയും മുഴങ്ങും. ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ ഉക്കുക്കുക്കു എന്ന് ശുഭശബ്ദം പുറപ്പെടുവിക്കും. പുലർക്കാലത്ത് കൂജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തിപ്പുള്ള്. അപ്പോൾ കേരളത്തിലെ പക്ഷികളെ കുറിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 5 ചോദ്യമുണ്ട്. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ ഇതിൽ നിന്ന് ടീച്ചർ ഒരു ക്ലൂ തരാം. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. വെളുപ്പാങ്കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് ആനന്ദത്തിന് വക എന്താണ്? പക്ഷികളുടെ ശബ്ദമാണ്. ഇവിടെ ചെമ്പോത്തിന്റെ മറ്റൊരു പേരാണ് ഉപ്പൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 1. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. 2. ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ. ഈ പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തേത് മാത്രം ശരി, രണ്ടാമത്തേത് മാത്രം ശരി, രണ്ടും തെറ്റ്, രണ്ടും ശരി. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണ്. ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ. അതും നൽകിയിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? രണ്ടും ശരി എന്നതാണ് ആൻസർ. ബി ചോദ്യം. ചില പക്ഷികളുടെയും അവയുടെ ശബ്ദങ്ങളെയും നൽകിയിരിക്കുന്നു. പക്ഷികൾ ശബ്ദങ്ങൾ: കാക്ക ഉക്കുക്കുക്കു, പൂവൻ കോഴി ക്രാ ക്രാ, ചെമ്പോത്ത് കൊക്കരക്കോ, കുയിൽ കൂക്കു. ചുവടെ നൽകിയിട്ടുള്ളതിൽ നിന്ന് പക്ഷികളുടെ ശരിയായ ശബ്ദം തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് നോക്കാം. കാക്ക ഏതാണ്? കാക്ക ക്രാ ക്രാ. അപ്പോൾ 1 ബി വരുന്നത്. ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ. 2 പൂവൻ കോഴി. പൂവൻ കോഴി എങ്ങനെയാണ്? കൊക്കര കൊക്കര കോ. അപ്പോൾ ഏതാണ്? സി ആണ്. 1 ബി 2 സി. ഇവിടെ 1 ബി 2 സി അല്ല, ഇവിടെ 1 ബി 2 സി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് ശരിയാണോ നോക്കാം. മൂന്നാമത്തത് എ ആണോ നോക്കാം. ചെമ്പോത്ത് ഉക്കുക്കുക്കു ശരിയാണ്. നാലാമത്തത് ഡി കുയിൽ കൂ കൂ ശരിയാണ്. അപ്പോൾ ഏതാണ് ശരി? ബി ആണ് ശരി. ഓക്കെ. സി ക്വസ്റ്റ്യൻ. ഉപ്പന്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്. കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? കാക്കയുടെ മറ്റൊരു പേരാണോ ഉപ്പൻ? അല്ല. ചെമ്പോത്തിന്റെ ബ്രാക്കറ്റിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ഉപ്പൻ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പന്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്. അപ്പോൾ ഒന്നാമത്തേതാണ് ശരി. ഒന്നാമത്തേതാണ് ശരി. ഡി ക്വസ്റ്റ്യൻ. ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാങ്കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്ക്? ആർക്കാണ്? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്കാണോ? മധുരമായി പാടുന്നവർക്കാണോ? പുലർച്ചെ ഉറങ്ങുന്നവർക്കാണോ? മേൽ പറഞ്ഞവർക്കെല്ലാമാണോ? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്കാണ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം സംഭാഷണമായിരുന്നു. അതിൽ 3 ചോദ്യങ്ങളുണ്ട്. സംഭാഷണം പ്രവർത്തനം 2-ൽ 3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കന്നിമഴയിൽ ജീവൻ വെച്ച പുഴയും നിലാവിൽ കുളിച്ച മരവും പരസ്പരം പലതും സംസാരിച്ചു. എന്തൊക്കെ വിശേഷങ്ങളാകും പങ്കുവച്ചത്? സംഭാഷണം തയ്യാറാക്കുക. ആരൊക്കെ തമ്മിലാണ്? പുഴയും മരവും. അപ്പൊ കന്നിമഴയിൽ ജീവൻ വെച്ച പുഴയുണ്ട്, നിലാവിൽ കുളിച്ച മരമുണ്ട്. അപ്പൊ പുഴയും മരവും തമ്മിലുള്ള സംഭാഷണമാണ്. നിങ്ങൾ എല്ലാവരും ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും എഴുതുക. മരം പുഴയോട് ചോദിച്ചിട്ടുണ്ടാവും. പുഴ മരത്തോട് ചോദിച്ചു. പുഴ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വെള്ളം കിട്ടിയോ? അവന് അതെ, എനിക്ക് വെള്ളം കിട്ടി, ഞാൻ ഒന്ന് ജീവൻ വച്ചു. അപ്പൊ പുഴയോട് ചോദിക്കും, നീ എന്തേ വരാൻ വൈകിയത്? മഴ പെയ്തില്ലല്ലോ. മഴ പെയ്തപ്പോഴല്ലേ എനിക്ക് വരാൻ കഴിയുക. മഴ പെയ്യാതെ ഞാൻ വളരെ നീർച്ചാലുകളായി മാറിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം?
പുഴയും മരവും തമ്മിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് സംഭാഷണം എഴുതുക എന്നുള്ളതായിരുന്നു എ ചോദ്യം. ബി ചോദ്യം, ആദ്യം ആരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച്. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? ആദ്യം ആരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച്. അപ്പൊ മലമുഴക്കിയും മണ്ണട്ടകളും ശ്രദ്ധിച്ചിട്ടുണ്ട്, വേറെ ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം അറിഞ്ഞില്ല, തെറ്റ്. മലമുഴക്കിയും മണ്ണട്ടകളും പിന്നീടും അറിഞ്ഞില്ല, തെറ്റ്. മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു. മലമുഴക്കിയും മണ്ണട്ടയും ഒന്നും ശ്രദ്ധിച്ചില്ല. ഏതാണ് ശരി? മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. ആരൊഴിച്ചൊക്കെയാണ് ശ്രദ്ധിക്കാത്തത്? മലമുഴക്കിയും മണ്ണട്ടകളും. അപ്പൊ മലമുഴക്കിയും മണ്ണട്ടകളും ശ്രദ്ധിച്ചു, അവരറിഞ്ഞു, വേറെ ആരും അറിഞ്ഞില്ല. അപ്പോ സി ആണ് ശരി ഉത്തരം. സി ക്വസ്റ്റ്യൻ, സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യം ഏത്? സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതൽ. അപ്പോൾ എല്ലാം തികഞ്ഞവർ ആരുമില്ല. ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്. ആർക്കുമില്ലാത്ത ഗുണങ്ങൾ ആർക്കുമില്ല. ഏതാണ് ശരി? ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട്. എല്ലാം തികഞ്ഞവർ ആരുമില്ല, അത് ശരിയാണ്. പക്ഷെ ഇവിടെ സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതൽ. ഒരു കുറവുള്ളിടത്ത് മറ്റൊന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഗുണം എല്ലാവർക്കും ഉണ്ട്. ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട്. പ്രവർത്തനം 3. ചുവടെ കൊടുത്ത 3A 3B എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. അപ്പോൾ പ്രവർത്തനം 3-ൽ 2 എണ്ണം ഉണ്ട്, 3Aയും 3Bയും. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. 3A എന്താണെന്ന് നോക്കാം. ആസ്വാദന കുറിപ്പ് എഴുതാനാണ്. മറ്റുള്ളവർക്കായി എന്ന ഒരു ചെറിയൊരു ദേവൂട്ടിയുടെ ഒരു കവിതയുണ്ട്. നക്ഷത്രങ്ങൾ ചിരിക്കുന്നു വാനിൽ, പൂത്തു നിൽക്കും ചെടിയും ചിരിക്കുന്നു, ദൂരെ ദൂരെ തിരകളാൽ നീളെ കടലും അങ്ങനെ നോക്കി ചിരിക്കുന്നു, തൊടിയിലെങ്ങും പറക്കുന്ന പൂമ്പാറ്റ അരികിലെത്തി പതിയെ ചിരിക്കുന്നു, ചുണ്ടിലെപ്പോഴും കരുതി വയ്ക്കുക മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി. ദേവൂട്ടി എഴുതിയ മറ്റുള്ളവർക്കായി എന്ന ഒരു ചെറിയൊരു കവിത. ഇതിന്റെ ആസ്വാദന കുറിപ്പ് എഴുതുക. ആകാശത്ത് നക്ഷത്രങ്ങൾ ചിരിക്കുന്നു. ഇവിടെ ചിരിയെ കുറിച്ചാണ് പറയുന്നത്. ചെടി ചിരിക്കുന്നു, കടൽ ചിരിക്കുന്നു, പൂമ്പാറ്റ ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ചുണ്ടിൽ എപ്പോഴും ഒരു മറ്റുള്ളവർക്കായി ഒരു ചിരി കരുതി വയ്ക്കുക. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ അറിയാലോ. ആരെഴുതിയതാണ്, എന്താണ് എഴുതിയത്, എന്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇതെല്ലാം എഴുതണം. ഓക്കെ, എഴുതിയല്ലോ. പ്രകൃതിയുടെ പുഞ്ചിരി നക്ഷത്രങ്ങളും പൂക്കളും കടലും ഒക്കെയാണ്. അവ നമ്മെ സന്തോഷിപ്പിക്കുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകരാം. കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാം. 3B എന്താണ്? വർണ്ണനയാണ്. വർണ്ണന. ആകാശത്തിന്റെ കണ്ണീര് പോലെ തോരാമഴ മഴയുടെ കൈകൾ എത്തിത്തൊടുമ്പോൾ ദേഹമാകെ കുളിരാണ്. മഴ തോർന്ന് പിന്നെ മരം പെയ്യുമ്പോൾ പളുങ്കുമണികൾ ഇലത്തുമ്പുകളിൽ തിളങ്ങും. ഇത് മഴയെക്കുറിച്ചുള്ള വർണ്ണനയുടെ ഭാഗമാണ്. ഇതുപോലെ പുഴയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. പുഴയുടെ വർണ്ണന തയ്യാറാക്കുക എന്നതായിരുന്നു 3B ചോദ്യം. മഴയുടെ വർണ്ണന ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ പുഴയെക്കുറിച്ചുള്ള വർണ്ണന. നീർച്ചാല് പോലെ തുടങ്ങിയ പുഴ എന്തായി? വലിയ പുഴകളായി മാറി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മഴ പെയ്യുമ്പോൾ നിറഞ്ഞു കവിയുന്ന പുഴകളും. പുഴയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാം. പുഴയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതുക, കാവ്യമായ രീതിയിൽ എഴുതുക. ഓക്കെ. പ്രവർത്തനം 4. ചുവടെ കൊടുത്ത 4A 4B എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. പ്രവർത്തനം 3-ഉം പ്രവർത്തനം 4-ഉം. അതെന്താണ്? ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ 4A എന്താണ് നോക്കാം. അനുഭവക്കുറിപ്പാണ്. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റി ഓർത്ത് കരഞ്ഞു. ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റി ഓർത്ത് കരഞ്ഞു. നിങ്ങൾ ഡെയ്സി ചെടി എന്ന പാഠത്തിൽ പഠിച്ചു അല്ലേ? ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആശ്വസിപ്പിച്ചൊരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. ഡെയ്സി ചെടി എന്ന പാഠത്തിലെ വാനമ്പാടിയുടെയും കൊച്ചുപൂവിന്റെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വളർത്തു മൃഗങ്ങളെയോ വളർത്തു പക്ഷികളെയോ പ്രിയപ്പെട്ട ചെടികളോ നിങ്ങൾക്കുണ്ടാകും. അവയോടൊപ്പമുള്ള നിങ്ങളുടെ അനുഭവം എഴുതുക. ഓക്കെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ചെടി, മൃഗം, പക്ഷികൾ അവരോടൊപ്പമുള്ള നിങ്ങളുടെ അനുഭവം എഴുതുക. ഇന്നലെ ടീച്ചർ എക്സാം ക്ലാസ്സിൽ അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അല്ലെങ്കിൽ 4A അല്ലെങ്കിൽ 4B എഴുതണം. അല്ലെങ്കിൽ ഏത് ചോദ്യം എഴുതിയാൽ മതിയായിരുന്നു? 4B, കുറിപ്പ് തയ്യാറാക്കുക. എനിക്ക് മഴ ഇഷ്ടമല്ല. മഴ എൻ്റെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ. എൻ്റെ വീടും പ്രിയപ്പെട്ടവരും നഷ്ടമായത് ഒരു പെരുമഴക്കാലത്താണ്. അമൽ പറഞ്ഞ കുറച്ച് കാര്യമാണ്. ഈ കടുത്ത വേനൽ ഒന്ന് അവസാനിച്ചെങ്കിൽ എൻ്റെ അച്ഛൻ്റെ എത്ര രൂപയുടെ കൃഷി നശിച്ചു. പാടം വരണ്ടുണങ്ങി, കുടിവെള്ളം പോലുമില്ല. വേഗം മഴ വന്നെങ്കിൽ. ഇത് മൃദുലയുടെ അഭിപ്രായമാണ്. അമലിൻ്റെ അഭിപ്രായം മഴ നഷ്ടം വരുത്തി. മൃദുല എന്താ പറയുന്നത്? മഴ വേണമെന്ന് പറയുവാണ്. മഴ വേണ്ടാന്നും മഴ വേണമെന്ന് രണ്ട് അഭിപ്രായം. രണ്ട് കൂട്ടുകാരുടെ അഭിപ്രായമാണിത്. അഭിപ്രായങ്ങളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മഴയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മഴ നാശനഷ്ടം വിതയ്ക്കുമെങ്കിലും ഒരു സമയത്ത് മഴ എന്താണ്? നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് മഴയെക്കുറിച്ച് മഴ വരുത്തുന്ന നഷ്ടങ്ങളും മഴ നൽകുന്ന നല്ല കാര്യങ്ങളും ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 4B. 4A കഴിഞ്ഞു, 4B കഴിഞ്ഞു. ഇനി 5ാമത്തെ പ്രവർത്തനമാണ് ഉപന്യാസം. മണ്ണിന്റെ കിനാവുകൾ എന്ന പാഠഭാഗത്ത് ഒട്ടേറെ നാട്ടുപൂക്കളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഉൾപ്പെടെ പഴയകാല പൂക്കളെന്ന് കാണാനില്ല. വരവ് പൂക്കളുടെ വസന്തമാണ് നമ്മുടെ നാട്ടിൽ ഓണക്കാലത്തും മറ്റും ഇന്ന് കാണുന്നത്. നാട്ടുപൂക്കളുടെ മടക്കവും കച്ചവട പൂക്കളുടെ വരവും വിശകലനം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക. പണ്ട് നമ്മുടെ ഓണത്തിന് എന്താ ചെയ്യുക? എല്ലാവരും തുമ്പയും മുക്കുറ്റിപ്പൂവും കാക്കപ്പൂവും ഒക്കെ പറിച്ച് അതുപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അത്തപ്പൂക്കളം ഇടുന്നത്. ഇന്നാണെങ്കിലോ നാട്ടുപൂക്കളുടെ മടക്കം, നാട്ടുപൂക്കൾ കാണുന്നില്ല. എല്ലായിടത്തും എന്താണ്? വരവ് പൂക്കളാണ്. അതായത് നമ്മൾ ചന്തയിൽ പോകുന്നു, പൂക്കൾ വാങ്ങുന്നു, പൈസ കൊടുത്ത് വാങ്ങുന്നു, അതുപയോഗിച്ചിട്ട് പൂക്കളം ഇടുന്നു. വരവ് പൂക്കൾ വന്നപ്പോൾ നാട്ടുപൂക്കളുടെ പ്രാധാന്യം കുറഞ്ഞു. എല്ലാവരും എളുപ്പത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അതാണ് അങ്ങനെ ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 5. പ്രവർത്തനം 6 കടങ്കഥാ വ്യാഖ്യാനം. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? നക്ഷത്രങ്ങൾ എന്നാണ്. എന്തുകൊണ്ടാകാം ഈ കടങ്കഥയ്ക്ക് ഇങ്ങനെ ഉത്തരമുണ്ടായത്? വ്യാഖ്യാനിച്ചെഴുതുക. നിങ്ങൾ കടങ്കഥയും സാധാരണ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം ഇന്നലെ ടീച്ചർ അത് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വ്യത്യാസം അറിയാലോ. അതിനെക്കുറിച്ച് എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ. കടങ്കഥ വ്യാഖ്യാനം ഉദാഹരണം സഹിതം എന്ത് ചെയ്യാം? നിങ്ങൾക്കിത് വ്യക്തമാക്കാം. ഇതായിരുന്നു പ്രവർത്തനം 6. അപ്പോൾ എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ടും നാളെ അടുത്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോട്ടൊക്കെ വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.